നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പം തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് കോട്ട് ചെയ്യണം കേട്ടോ. എ ലേണിംഗ് തിയറി ഈസ് എൻ അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ ആൻഡ് അനിമൽസ് ലേൺ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി കോംപ്ലക്സ് പ്രോസസ് ഓഫ് ലേണിംഗ്. എങ്ങനെയാണ് മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനിമലോ ഒക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ശരിക്കും ലേണിംഗ് എന്ന് പറയുന്ന ഒരു സങ്കീർണമായിട്ടുള്ള പ്രവൃത്തി എങ്ങനെ നടക്കുന്നു എന്നത് കൃത്യമായിട്ട് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് ഒരു ലേണിംഗ് തിയറിയുടെ ബേസ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ലേണിംഗ് തിയറീസ് പഠിക്കാനുണ്ട്. ഏകദേശം ഒരു 12 ലേണിംഗ് തിയറീസ് പഠിക്കാനുണ്ട്. ഈ സെമ്മിൽ ചിലത് പഠിക്കാനില്ല, അത് ഞാൻ പ്രത്യേകം പറയാം. Theory of trial and error, theory of classical conditioning, theory of operant conditioning, Gagne's hierarchy of learning, Gestalt theory of insightful learning, and Lewin's field theory of learning, and Piaget's genetic epistemology, Bruner's theory of discovery learning, and meaningful verbal learning theory, then social learning theory, and theory of experiential learning, and theory of social constructivism. ഇത്രയും 12 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറീസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. ഈ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് ഫോർമുലേറ്റഡ് ബൈ എഡ്വേർഡ് എൽ തോണ്ടൈക്ക് ഇൻ 1874 and 1949, and the theory says that the most basic form of learning is ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. നമ്മൾ തെറ്റുകൾ വരുത്തുക എന്നിട്ട് അതിൽ നിന്നും ശരിയാക്കിയിട്ട് പഠിക്കുക, അതാണ് യഥാർത്ഥത്തിൽ പഠനം എന്നാണ് ട്രയൽ ആൻഡ് എറർ തിയറിയിൽ തോണ്ടൈക്ക് പറയുന്നത്. ഓക്കെ, ആൻഡ് ലേണിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻസ് റീഇൻഫോഴ്സ്ഡ് ബൈ സം റിവാർഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫലം ലഭിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യും. ചിലപ്പോഴത് തെറ്റായിട്ട് വരും, ചിലപ്പോഴത് ശരിയായിട്ട് വരും. അങ്ങനെ തെറ്റിയിട്ട് നമ്മൾ ശരിയിലേക്ക് എത്തുമല്ലോ. അങ്ങനെയാണ് ആ പഠനം ഉറയ്ക്കുന്നത് എന്നാണ് ട്രയൽ ആൻഡ് എറർ തിയറി പറയുന്നത്. അല്ലേ, നമ്മൾ മാത്സ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും നമ്മളങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് തെറ്റും, എന്നിട്ട് ഒടുവിൽ ശരിയാവും. അപ്പോഴാണ് നമ്മൾ ആ ഒരു എങ്ങനെയാണത് കിട്ടിയതെന്ന് കൃത്യമായിട്ട് പഠിക്കുന്നത്. അപ്പം his theory is also called connectionism or stimulus response bond theory. അദ്ദേഹത്തിൻ്റെ തിയറിയെ കണക്ഷനിസം എന്നും അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നും ബോണ്ട് തിയറി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് തിയറി ഓഫ് കണക്ഷനിസം എഴുതൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ട്രയൽ ആൻഡ് എറർ തിയറി തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി അത് തന്നെയാണ്, ബോണ്ട് തിയറി അത് തന്നെയാണ്. ഓക്കെ, ഇനി ഹിസ് തിയറി എലൂസിഡേറ്റ്സ് 3 laws പെർട്ടിറ്റൻറ്റ് ടു ലേണിംഗ്. അപ്പം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പ്രധാനമായിട്ട് 3 തിയറീനെയാണ് പറയുന്നത്, 3 ലോകളെയാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ദ ലോ ഓഫ് എഫക്റ്റ്. ഈ 3 എണ്ണമാണ് പറയുന്നത്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ദ ലോ ഓഫ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന് എന്താണെന്ന്. ഇനി നിങ്ങൾ എഴുതേണ്ടത് എക്സ്പെരിമെൻറ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ തിയറി എഴുതി. ആരാണത് ഫോം ചെയ്തത്? തോണ്ടൈക്കാണ് ഫോം ചെയ്തത്. അതിനകത്ത് എന്താ പറയുന്നത് എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 3 ലോസിനെയാണ് പ്രധാനമായിട്ട് ഇത് പറയുന്നത് എന്നും എഴുതി. ഇനി നമ്മൾ അതിനു വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. Thorndike made a cage and put a hungry cat in it. ഒരു നല്ല വിശപ്പുള്ള ഒരു ക്യാറ്റിനെ പിടിച്ചിട്ട് ഒരു ബോക്സിനകത്തേക്ക് ഇട്ടു. ദ ഡോർ വാസ് ക്ലോസ്ഡ്. എന്നിട്ട് ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. എ പീസ് ഓഫ് ഫിഷ് വാസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ കേജ് ഇൻ ഫുൾ വ്യൂ ഓഫ് ദ ക്യാറ്റ്. ക്യാറ്റിനെ കാണത്തക്ക രീതിയിൽ പുറത്തൊരു മീനിനെ തൂക്കിയിട്ടു. ദ സ്മെൽ ഓഫ് ദ ഫിഷ് അട്രാക്റ്റഡ് ദ ക്യാറ്റ്. ക്യാറ്റിനാണെങ്കിലോ ആ മീനിൻ്റെ മണം കേട്ടിട്ട് മണം അങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ട് അട്രാക്റ്റ് ആയത് കിട്ടണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായി. ആൻഡ് ഇറ്റ് made several attempts to come out of the cage, such as squeezing through every opening, clawing and biting at the bars and shaking the bars and wires. In one of the attempts of the cat, the latch was accidentally lifted and consequently the door opened. The cat came out of the cage to receive the reward, that is fish. Okay, അങ്ങനെ കുറേ നേരം ആ പെട്ടിയിൽ കിടന്നിട്ട് കടിക്കുകയും മാന്തുകയും എന്തൊക്കെയൊക്കെയോ കാണിച്ചു. പക്ഷേ അതിനകത്തൊരു ലാച്ച് ഉണ്ടായിരുന്നു. വെച്ചാൽ ഈ ഒരു ഡോറ് തുറക്കുന്ന ഒരു കുടുക്ക് അവരുണ്ടായിരുന്നു. അതങ്ങോട്ട് പിടിച്ച് എങ്ങനെയോ അറിയാതെയാണ്, അത് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അതങ്ങ് തട്ടിയപ്പോൾ ആ ഓപ്പണായി ഡോറ്. എന്നിട്ട് സുഖമായിട്ട് വരികയും അങ്ങനെ ഫിഷിനെ എടുത്ത് കഴിക്കുകയും ചെയ്തു. ഇതായിരുന്നു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാറ്റിൻ്റെ ഈ ചുമന്ന സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ലാച്ചാണ്, പിന്നെ അതിൻ്റെ ഒരു ഡോറാണ്. അപ്പം ഇത് ഈ അറിയാതെ ലാച്ച് ഓപ്പൺ ആയപ്പോൾ ഡോർ അങ്ങ് തുറക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പുറത്ത് എന്തുണ്ട്? ക്യാറ്റിനെ കാണുന്ന രീതിയിൽ ഫിഷും വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി എക്സ്പെരിമെൻറ്റ് എല്ലാ തിയറീസിലും എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ദ ക്യാറ്റ് അഗെയിൻ കൺഫൈൻഡ് ഇൻ ദ കേജ് ആൻഡ് ദ പ്രോസസ് റിപ്പീറ്റഡ്. ക്യാറ്റിനെ വീണ്ടും കൂട്ടിലടച്ചു, എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ദ ക്യാറ്റ് മെയ്ഡ് സിമിലർ അറ്റംപ്റ്റ്സ് ടു കം ഔട്ട് ഓഫ് ദ കേജ്. ക്യാറ്റ് അതേപോലത്തെ അറ്റംപ്റ്റുകൾ വീണ്ടും ചെയ്തു. ദ ക്യാറ്റ് വാസ് അഗെയിൻ കൺഫൈൻഡ് ആൻഡ്
യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻ ദിസ് സെക്കൻഡ് ട്രയൽ വിത്ത് റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ദ ക്യാറ്റ് കുഡ് കം ഔട്ട്. അങ്ങനെ നേരത്തെ എടുത്ത് അത്രയും സമയം ക്യാറ്റിന് എടുത്തില്ല. ക്യാറ്റ് പെട്ടെന്ന് ലാച്ച് എന്ത് ചെയ്തു, പെട്ടെന്ന് തുറന്നു. നേരത്തെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റിന് അറിയത്തൊന്നുമില്ല ലാച്ച് തുറന്നാലാണ് ഇത് വരുന്നതെന്ന്, അതറിയാതെ പറ്റിയതാണ്. അപ്പം നേരത്തെ എടുത്ത് അത്രയും സമയം എടുത്തില്ല, പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഓക്കെ. ആൻഡ് ഇൻ സബ്സിക്വൻറ്റ് ട്രയൽസ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വാസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ആൻഡ് ദ ലാച്ച് വാസ് മാനിപ്പുലേറ്റഡ് ഈസിലി. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് ലാച്ച് തുറക്കാൻ ക്യാറ്റ് പഠിച്ചു. ഓക്കെ. ആൻഡ് തൊണ്ടൈക്ക് ഇൻ്റർപ്രിറ്റഡ് ദ ഫൈൻഡിങ്സ് ഓഫ് ഹിസ് എക്സ്പെരിമെൻറ്റ് ഇൻ ടേംസ് ഓഫ് അസോസിയേഷൻസ്. അപ്പോൾ ഇനി അതാണ് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞോട്ട്. ഈ ഈസിലി വരെയുള്ളൂ അതിൻ്റെ എക്സ്പെരിമെൻറ്റും അതിൻ്റെ റിസൾട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് തൊണ്ടൈക്ക് ഇൻ്റർപ്രിറ്റഡ് ദ ഫൈൻഡിങ്സ് ഓഫ് ഹിസ് എക്സ്പെരിമെൻറ്റ് ഇൻ ടേംസ് ഓഫ് അസോസിയേഷൻസ്. അദ്ദേഹം എല്ലാം ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണം ചെയ്തതിന് ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച തിയറീസ്, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം അസോസിയേഷൻസ് എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനോട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പ്രസ്താവിച്ചിട്ടുള്ളത്. ഓക്കെ. ഹി അസർട്ടഡ് ദാറ്റ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ബോക്സ് ആൻഡ് ദ മോഷൻസ് ദി ക്യാറ്റ് മെയ്ഡ് ടു എസ്കേപ്പ് വാസ് സ്ട്രെങ്തൻഡ് ബൈ ഈച്ച് എസ്കേപ്പ്. ഓക്കെ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ബോക്സ് ആൻഡ് ദ മോഷൻസ് ദ ക്യാറ്റ് മെയ്ഡ് ടു എസ്കേപ്പ് വാസ് സ്ട്രെങ്തൻഡ് ബൈ ഈച്ച് എസ്കേപ്പ്. അപ്പോൾ ഓരോ തവണയും അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് ഹി ഫോർമുലേറ്റഡ് ദ ഫോളോയിങ് തിയറീസ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ അദ്ദേഹം കുറച്ച് തിയറീസ് ഉണ്ടാക്കി. അതായത് 3 ലോസ്. ഒന്ന് വെച്ചാൽ ലോ ഓഫ് റെഡിനെസ്, രണ്ടാമത്തേത് ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ്, മൂന്നാമത്തേത് കേട്ടോ. ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തൊണ്ടൈക്കിൻ്റെയാണ് ഈ 3 ലോസും എന്ന് കൂട്ടുകാരെ ഓർത്ത് വയ്ക്കാം. ഇനി എന്താണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ രസമായിട്ട് തോന്നും കേട്ടോ. അത് അങ്ങനെ തന്നെ കാണാതെ പഠിക്കുകയാണ് വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും ചെയ്യാം. When a conduction unit is ready to conduct, for it to do so is satisfying. When any conduction unit is not ready to conduct, for it to conduct is annoying. When a conduction unit is ready to conduct, for it not to do so is annoying. Okay. അതായത് this law indicates the importance of readiness on the part of the learners to perform a learning task. നമ്മളവിടെ ഫിഷ് കണ്ടിട്ടാണ് ക്യാറ്റ് എന്ത് ചെയ്തത്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാടിയത് അല്ലേ. എന്നുവെച്ചാൽ ചാടാൻ റെഡി ആയിരുന്നു. ഒരു ലേണർക്ക് വേണ്ടത് ഇതാണ്, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഡിനെസ്, ചെയ്യാനുള്ള ഒരു താല്പര്യം. ഇതാണ് ആദ്യം വേണ്ടത്. ഇതാണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സ്മൂത്തായിട്ട് ലേണിംഗ് നടക്കും. എന്നാൽ ഇല്ല എന്നുണ്ടെങ്കിലോ അത് അനോയിങ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഈസ് സ്ട്രെസ്ഡ്. ഇവിടെയാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്ന് പറയുന്ന കാര്യം നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. വെച്ചാൽ അതിനോട് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെൻ്റൽ പ്രിപ്പറേഷൻ. നമ്മുടെ ഒരു മെൻ്റൽ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എടുത്തത് പോലും നിങ്ങളുടെ ഒരു ലോ ഓഫ് റെഡിനെസ് കൊണ്ടാണ്. നിങ്ങൾ തയ്യാറാണ് പഠിക്കാൻ, അതുകൊണ്ടാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് എംഫസൈസസ് പ്രോപ്പർ മോട്ടിവേഷൻ, ഇൻകൾക്കേഷൻ ഓഫ് ലേണിംഗ് റെഡിനെസ് എക്സെട്ര. എന്ന് വെച്ചാൽ പഠിക്കാനുള്ള താല്പര്യം എന്നുള്ളത് പ്രത്യേകമായിട്ട് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ലോ ഓഫ് റെഡിനെസ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും അല്ലേ. ഇനി രണ്ടാമത്തെ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്, ദിസ് ലോ ഈസ് ഓഫ് 2 പാർട്സ്. ഈ ലോയ്ക്ക്, ഈ ഒരു നിയമത്തിന് 2 ഭാഗങ്ങളുണ്ട്. ലോ ഓഫ് യൂസ് ആൻഡ് ദ ലോ ഓഫ് ഡിസ്യൂസ്. ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. ദ ലോ ഓഫ് യൂസ് സ്റ്റേറ്റ്സ് വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ് ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് അതർ തിങ്സ് ബീങ് ഈക്വൽ ഇൻക്രീസ്ഡ്. ദ ലോ ഓഫ് ഡിസ്യൂസ് states when a modifiable connection is not made between a situation and response during a length of time that connection strength is decreased. എന്ന് വെച്ചാൽ ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് പറയുന്നത് the connections become strengthened with practice and weakened when practice is discontinued. എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം എന്താവുള്ളൂ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും ആണ് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ രണ്ടായിട്ട് തിരിക്കാനെ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം പഠിക്കും. ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ അത് നമ്മൾ മറക്കും അല്ലേ. വി ലേൺ ബൈ ഡൂയിങ് ആൻഡ് വി ഫോർഗെറ്റ് ബൈ നോട്ട് ഡൂയിങ്. നമ്മൾ പഠിക്കും, ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ പഠിക്കും, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ മറക്കും. മാക്സിമം പ്രാക്ടീസ് ഓപ്പർച്യൂണിറ്റി മേ ബി ഗിവൺ ടു ദ സ്റ്റുഡൻസ്. നമ്മൾ കുട്ടികൾക്ക് മാക്സിമം നമ്മൾ പരിശീലനം കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനെയാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് റെഡിനെസ്സും ലോ ഓഫ് എക്സസൈസും. ഇനി ലോ ഓഫ് എഫക്റ്റ്. ഓക്കെ. When a modifiable connection between stimulus and response is made and is accompanied or followed by satisfying state of affairs, that connection strength is increased when made
and accompanied or followed by an annoying state of affairs, it is strength is decreased. എന്ന് വെച്ചാൽ ദിസ് ലോ ഷോസ് ദാറ്റ് അപ്രോപ്രിയേറ്റ് റിവാർഡ് ഫെസിലിറ്റീസ് ലേണിംഗ്. നമ്മൾ ആവശ്യമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ ലേണിംഗ് വളരെ നന്നായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അല്ലേ. അപ്പം നമ്മുടെ പ്രോത്സാഹനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നല്ല റിസൾട്ട് ആയിരിക്കാം, നമ്മുടെ നല്ല മാർക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തോ അത് അല്ലേ. ആൻഡ് ലേണിംഗ് ഷുഡ് ബി പ്ലസൻറ്റ് ആൻഡ് എൻജോയബിൾ. ലേണിംഗ് എന്ന് പറയുന്നത് നല്ല പ്ലസൻറ്റ് ആയിരിക്കണം, എൻജോയബിൾ ആയിരിക്കണം. ആൻഡ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഷുഡ് ബി വർത്ത് എൻജോയിങ്. നോവൽ വേസ് ഓഫ് പ്രസൻറ്റേഷൻസ് ക്യാൻ ബി അഡോപ്റ്റഡ്. ആക്ടിവിറ്റീസ് മേ ബി അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് ഡിഫിക്കൽറ്റി ഓർഡർ. മോട്ടിവേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മോട്ടിവേഷൻ അതേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ്, ആ ഒരു പോയിൻ്റാണ് ഇവിടെ ലോ ഓഫ് എഫക്റ്റിൽ വരുന്നത്. ഒരു റിവാർഡ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ ലേണിംഗ് വളരെ ഈസി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ, 3 ലോസേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഇനി കുറച്ച് സബോർഡിനേറ്റ് ലോസ് ഉണ്ട്. ഇത് നിങ്ങൾ ഓർമ്മ ഇട്ടാണെങ്കിൽ എഴുതിയാൽ അതില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. Thorndike has developed 5 subordinate laws beside the 3 basic laws described above. They are the following. ഒന്ന് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസസ്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ആൻ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ഇൻ മൾട്ടിപ്പിൾ വേസ് വെൻ ഫേസിങ് എ ന്യൂ സിറ്റുവേഷൻ. ഒരു പുതിയ സിറ്റുവേഷൻ കിട്ടുമ്പോൾ ഒരാൾ പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക. ആൻഡ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ലേണിംഗ് ഈസ് ഗൈഡഡ് ബൈ ആറ്റിറ്റ്യൂഡ്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ്, നമ്മൾ ഒരു പഠനത്തിനോട് റിലേറ്റ് ചെയ്ത് നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മളുടെ ഒരു പഠനം വരുന്നത്. ആൻഡ് ലോ ഓഫ് അനലോജി. ലോ ഓഫ് അനലോജി പറയുന്നത് an individual responds by comparing or considering his previous stand in similar situation. നേരത്തെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്തിരുന്നു, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരാൾ ഈ ഒരു സിറ്റുവേഷനെ വീണ്ടും അഭിമുഖീകരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ലോ ഓഫ് അനലോജി. പ്രീവിയസ് സിറ്റുവേഷനെ നമ്മൾ അനലൈസ് ചെയ്യാനുള്ള ഒരാളുടെ ഒരു കപ്പാസിറ്റി. ഇനി അടുത്തത് ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി. ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി പറയുന്നത് ദി റെസ്പോൺസ് മെയ്ഡ് ടു പാർട്സ് ഓഫ് ടോട്ടൽ മാറ്റർ. എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ മുഴുവനുമായിട്ടുള്ള ഒരു എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എനി പോസിബിൾ റെസ്പോൺസ് ക്യാൻ ബി എലിസിറ്റഡ് ഫ്രം ദി ലേണർ ലിങ്ക്ഡ് വിത്ത് എനി സ്റ്റിമുലസ്. ഓക്കെ, ഏതൊരു റെസ്പോൺസും എന്ന് പറയുന്നത് ഏതൊരു സ്റ്റിമുലസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഉണ്ടായതുപോലെ ആവണം എന്നില്ല, പുതിയ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. സോ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, മറ്റതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരസ്പരം റെസ്പോണ്ട് ചെയ്യുന്നത് എന്ത് കാര്യത്തിലും എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ സബോർഡിനേറ്റ് ലോസ്. നിങ്ങൾ ഓർമ്മ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കുന്നത് എഴുതണം എന്നാണ് ഞങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നോക്കുക കേട്ടോ, ഇതിൻ്റെ ഹെഡിങ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് അനലോജി ആൻഡ് ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇനി അടുത്തത് സബോർഡിനേറ്റ് ലോസ് നമ്മൾ പറഞ്ഞു. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും കൂടെ എഴുതിയിട്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റൂ. എല്ലാ എക്സ്പെരിമെൻറ്റും അങ്ങനെയാണ്. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ, ഇതുകൊണ്ട് എന്താണ് പഠനത്തിൽ ആവശ്യം. അപ്പോൾ എന്താ നമുക്ക് ഈസി ആയിട്ട് പറയാം. ലേണേഴ്സ് ഷുഡ് ബി പ്രോപ്പർലി മോട്ടിവേറ്റഡ്. ലേണേഴ്സ് എന്തായിരിക്കും, അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ലഭിക്കും. ആൻഡ് സ്റ്റുഡൻസ് ഷുഡ് ബി മെയ്ഡ് റെഡി ടു ലേൺ. കുട്ടികൾ പഠിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും അല്ലേ. ലോ ഓഫ് റെഡിനെസ് നമ്മൾ പറഞ്ഞു. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആൻഡ് ലേണിംഗ് ഷുഡ് ബി ലിങ്ക്ഡ് ടു ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ലേണിംഗ്. While teaching and learning, the points should be remembered may be especially noted. Strengthen the connections. Persuade the learners to perform their learning tasks independently. Sufficient practice should be given. And periodical review of the portions taught earlier is important to maintain connections. അപ്പോൾ പരസ്പര ബന്ധിതമായിക്കൊണ്ട് പഠനത്തെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, so I think all of you understood what is Thorndike's theory. അപ്പോൾ കണക്ഷനിസം, ബോണ്ട് തിയറി, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ഫസ്റ്റ് തിയറി നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോവാം.